ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഹോം മെയ്ഡ് സ്ക്രബാണ് നമ്മൾ ചെയ്യുന്നത്. അത് സ്കിൻ ലൈനിങ്ങിനും കൂടെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ക്രബാണ്. ഇതിന് വേണ്ടി ബീട്രൂട്ടാണ് നമ്മൾ എടുക്കുന്നത്. ബീട്രൂട്ട് ഞാൻ ഒരു ചെറിയ ബീട്രൂട്ടാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും മതിയാവും, നമ്മൾ ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കണ്ട. അപ്പോൾ ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് ഞാൻ അരിഞ്ഞ് ജാറിൽ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫിൽറ്റർ ചെയ്ത് ഇതിൻ്റെ ജ്യൂസ്, അതായത് വെള്ളമൊന്നും കൂട്ടാതെ വേണം കേട്ടോ നമ്മൾ അരിച്ചെടുക്കാൻ. അങ്ങനെ അടിച്ചെടുത്തിട്ട് ഇതിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല, ബീട്രൂട്ട് ജ്യൂസ് മാത്രമാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമുള്ളത് പച്ചരിയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും അരിപ്പൊടി എടുത്താൽ പറയുന്നു. അപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ ഒരു സ്ക്രബ് ആയതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് അപ്പോൾ തന്നെ നമ്മൾ പച്ചരി എടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചെറിയൊരു തരിതിരി പോലെയുണ്ട്. നമ്മുടെ അല്ലാതെ ഉള്ള അരിപ്പൊടി കണ്ടിട്ട് ഇങ്ങനെ കുറച്ച് ഫൈനായിട്ടിരിക്കുമല്ലോ. ഇത് നമുക്ക് അത്ര ഫൈനും അല്ല, എന്നാൽ നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാനും കൂടെ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടല്ലോ, അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ കളഞ്ഞ് നമുക്ക് നല്ലൊരു തിക്ക് പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. അതായത് ഭയങ്കര തിക്ക് പേസ്റ്റ് അല്ല, എന്നാലും ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ, അതായത് ഇപ്പോൾ ഇത് ഇത്ര ഉണ്ടല്ലോ, ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി കഴിയുമ്പോൾ ഇത് നല്ലൊരു തിക്കായിട്ട് കിട്ടും, തിക്ക് ജ്യൂസായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമുക്കെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് ഇതുപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് പോകരുത്, അതങ്ങനെ അടുക്കി പിടിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പയ്യൊന്ന് ഇളക്കി കൊടുത്ത് നിങ്ങൾ ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ കളഞ്ഞ് അങ്ങനെ റെഡിയാക്കി എടുക്കുക. രൂപത്തിൽ കിട്ടും. ഇതാണ് നമുക്ക് ആവശ്യം. ഇപ്പം നിങ്ങൾക്ക് ഹോം മെയ്ഡ് ലിപ് ബാമൊക്കെ യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇത് മാത്രം ചെയ്തെടുത്തിട്ട് ഈ ജ്യൂസാണ് നമ്മൾ ഹോം മെയ്ഡ് ലിപ് ബാമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഹോം മെയ്ഡ് ലിപ് ബാമിന് വേണ്ടിയിട്ട് ഈ ഒരു പേസ്റ്റ്. ഇത് ഇത്തിരി കൂടെ ഒന്ന് തിക്കാക്കി എടുക്കണം എന്നേ ഉള്ളൂ. ആ ഒരു രീതിയിലാണ് നമ്മൾ ഹോം മെയ്ഡ് ലിപ് ബാമിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്കിത് എടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ, വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിലൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടും. അതായത് ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മിസ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത്രയാണ് കേട്ടോ ഉള്ളത്. അത്രയും ജ്യൂസ് ഉണ്ടായിരുന്ന ഒരു ബൗളിലുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരി പൊടിച്ചതുണ്ടല്ലോ, അത് ഇങ്ങനെ കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒറ്റയടിക്കിട്ടിട്ട് എല്ലാം കൂടെ വാരി മിക്സ് ചെയ്യരുത്. ഇത്തിരി ആയിട്ടിട്ട് നിങ്ങളിതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം ചെയ്യാൻ. ഇത് നിങ്ങൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ഇത് യൂസ് ചെയ്യരുത്. അതായത് സ്ക്രബായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ 1-2 തവണ നിങ്ങൾക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ പറയുന്നത് ഇത് സ്ക്രബായിട്ട് യൂസ് ചെയ്യാതെ ഒരു പാക്ക് പോലെ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അതായത് ഇത് സ്കിൻ ലൈനിങ്ങിനും കൂടെ വേണ്ടിയിട്ടെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. അതായത് നമുക്കൊരു ഹോം മെയ്ഡ് സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുമാത്രമല്ല, ഇത് സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടി ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാ ദിവസവും ഇതിട്ട് സ്ക്രബ് ചെയ്യാതെ ഇത് ജസ്റ്റ് പാക്ക് പോലെ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും, നിങ്ങളുടെ സ്കിൻ ലൈറ്റൻ ആവുന്നത് ശരിക്കും അറിയാൻ പറ്റും. ടാനിങ് ഒക്കെ മാറി നമ്മുടെ ഫേസിലുള്ള വെയിലടിച്ചിട്ടുള്ള ഷെയ്ഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ ഒരു ടാനൊക്കെ അങ്ങോട്ട് മാറി, നമ്മുടെ കരുവാളിപ്പൊക്കെ മാറി നന്നായിട്ട് നിങ്ങളുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യും. ഇത് 100% ഷുവറാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കുറേ നാളായി ഈ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഓർത്തത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ഒരു ബീട്രൂട്ടും പച്ചരി അപ്പം തന്നെ പൊടിച്ചെടുക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രബായിട്ട് വേണ്ട, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പാക്കായിട്ട് അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി എടുത്തിട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ക്രബായിട്ടും കൂടെ ഇത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം സ്ക്രബ് ചെയ്യാൻ നമ്മൾ ഇത് തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനോ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യാനോ നിൽക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എന്ത് ചെയ്തിട്ടാണ് എഫക്റ്റ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് അപ്പോഴറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് ഇപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റത്തെയാണ് കേട്ടോ ഇട്ടിട്ട് അങ്ങോട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റ് കാരണം നന്നായിട്ട് ഈ പാനിൽ ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ടാവും. അതൊക്കെ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈ കൊണ്ട് ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ സ്ക്രബ് റെഡി ആയിട്ട്. ഈ നല്ല ബീട്രൂട്ടിൻ്റെ ആ ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു ഷെയ്ഡിലാണ് ഇത് വരുന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് ബീറ്റ്റൂട്ട് സ്ക്രബ്ബ്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എന്നും പോയി സ്ക്രബ് ചെയ്യരുത്, ഇതുകൊണ്ട് ഫേസ് പാക്കായിട്ട് കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇത് നമുക്കിതുപോലെ ഒരു ക്ലീൻ നന്നായിട്ട് ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ളൊരു ബോട്ടിലേക്ക് മാറ്റാം. ഇത് ഒരുപാട് നാളൊന്നും വെക്കണ്ട, കാരണം ഒരുപാട് നാളും വെക്കും തോറും ഇത് വൈറ്റ് കളറായിട്ട്, അതായത് ഈ ബീറ്റ്റൂട്ടിൻ്റെ കണ്ടൊക്കെ അങ്ങ് പോയി ഫുൾ വൈറ്റ് കളറായിട്ട് വരും കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇത് ഒരുപാടൊന്നും വെക്കണ്ട, നിങ്ങൾ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു 2 ആഴ്ച കൊണ്ടൊക്കെ തീരാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുക, നിങ്ങൾ തീരുമ്പോൾ ഉണ്ടാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് ഇത്രേ ഉള്ളൂ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. അപ്പോൾ നിങ്ങൾ പാക്കും സ്ക്രബും ഒന്നും വെറുതെ പൈസ കൊടുത്ത് മേടിക്കണ്ട. ഇതുപോലെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. കണ്ടോ, ഇതിപ്പോൾ ഒരു ചെറിയ ബീറ്റ്റൂട്ട് കൊണ്ടാണ് ഞാൻ ഇത്ര ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. നല്ല റിസൾട്ട് കിട്ടുന്ന ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ, മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. ബൈ.